നോവലിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റത്തിൻ്റെ ദ്രാവിഡൻ പാർട്ട് 10. രാരിച്ചൻ റൂമിൽ കയറി യോഹന്നാനെ കണ്ടു. അയാളുടെ ദേഹം മുഴുവൻ നീര് വീണിരുന്നു. മുഖം കരുവാളിച്ചിരുന്നു. പാമ്പ് കടിയേറ്റ കാൽ മന്ത് ബാധിച്ചതുപോലെ കാണപ്പെട്ടു. അയാൾ വേദന കൊണ്ട് ഞരങ്ങുന്നുണ്ടായിരുന്നു. യോഹന്നാൻ്റെ ഭാര്യ നിറകണ്ണുകളോടെ രാരിച്ചനെ നോക്കി. എൻ്റെ മോനെ, ഞാൻ എങ്ങനെ നന്ദി. വേണ്ട, പൊടിപ്പാറ വക്കൻ്റെ മകൻ ചത്ത് കാണാൻ ആശിച്ചവരുടെ കൂട്ടത്തിൽ ഈ കിടക്കുന്ന മനുഷ്യനും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. രാരിച്ചൻ പുറത്തേക്കിറങ്ങി. ഹൃദയത്തിൽ എവിടെയോ ഒരു വിങ്ങൽ. കൈകൾ വീശി അവൻ ആശുപത്രിയുടെ അങ്കണത്തിലേക്ക് ഇറങ്ങി. മോട്ടോർ സൈക്കിളിൻ്റെ വെളിച്ചം അവൻ്റെ മുഖത്തടിച്ചു. ജീപ്പിനരികിൽ ബൈക്ക് നിർത്തി വിൻസെൻ്റ് ഇറങ്ങി. ഹാ, കൊച്ചു മുതലാളി ഇങ്ങ് വന്നോ? ഞാനിനി എന്നാ ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുമായിരുന്നു. രാരിച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു വീട്ടിൽ കിടന്ന് ജീപ്പ് അടിച്ചെടുത്തോണ്ട് പോരെ? വിൻസെൻ്റ് നല്ല ദേഷ്യത്തിലായിരുന്നു. ആരടിച്ചെടുത്തു? ദാ കിടക്കുന്ന ജീപ്പ്. പോക്കൃത്തരമല്ലേടാ നീ കാണിച്ചത്. ഒരു ജീവൻ രക്ഷിക്കുന്നത് പോക്കൃത്തരമാണെങ്കിൽ അത് ഞാൻ ചെയ്തു പോയി കൊച്ചു മുതലാളി. നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് എൻ്റെ തെറ്റ്. അത് ഞാനും സമ്മതിക്കുന്നു. വിൻസെൻ്റ് അവനെ തുറിച്ചു നോക്കി നിന്നു. പോലീസിൽ ഞാനൊരു പരാതി കൊടുത്താൽ നാളെ നീ അകത്താം. ഞാനൊരൊറ്റ മുങ്ങും. അത് കള. നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വിൻസെൻ്റ് കോപം കടിച്ചമർത്തി ചോദിച്ചു. വെറുതെ വിട്ടേക്ക്, അതാ നല്ലത്. വിൻസെൻ്റ് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുത്തു. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തപ്പോൾ പേഴ്സ് താഴെ വീണു. രാരിച്ചൻ പെട്ടെന്നത് കുനിഞ്ഞെടുത്തു. നീർക്കോല് തവളയെ വിഴുങ്ങിയതുപോലെ തടിച്ച് വീർത്തിരിക്കുകയാണല്ലോ. ഇതിനകത്തെന്താ കൊച്ചു മുതലാളി, കാശാണോ? അതിങ്ങോട്ടതാ. വിൻസെൻ്റ് കൈ നീട്ടി. രാരിച്ചൻ പിന്നോട്ട് മാറി. ഹ, ഞാനൊന്ന് കാണട്ടെ എന്ന്. പേഴ്സിൻ്റെ സിബ്ബം വലിച്ചു തുറന്നു. അതിനുള്ളിൽ അടുക്കി വെച്ച 100 രൂപ നോട്ടുകൾ. ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന് മേടിക്കാൻ കാശില്ലാതെ ഇവിടെ ഓരോരുത്തരെ വിഷമിപ്പിക്കുമ്പോൾ ദാ ഇതിനകത്ത് നോട്ടുകെട്ടുകൾ ഇരുന്ന് പൂപ്പൽ പിടിക്കുന്നു. രാരിച്ചൻ പേഴ്സിൻ്റെ ഒരു അറയിൽ കണ്ട നോട്ടുകളെല്ലാം വലിച്ചെടുത്തിട്ട് പേഴ്സ് വിൻസെൻറ്റിൻ്റെ നേർക്ക് നീട്ടി. കൊച്ചു മുതലാളി ഇപ്പോൾ വന്നത് എന്തായാലും നന്നായി, ഇല്ലെങ്കിൽ തെണ്ടിപ്പോയേനെ. നീ ആ പേഴ്സിലോട്ട് പൈസ വെക്ക്, ചുമ്മാ കളിക്കാതെ. എനിക്ക് വേണ്ടിയിട്ടല്ല കൊച്ചു മുതലാളി, യോഹന്നാന് മരുന്ന് വാങ്ങണ്ടേ? 1-2 ആഴ്ച ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അതിന് ചെലവില്ലേ? കൂടെ ഒരാൾ നിൽക്കേണ്ടി വരും. അതിന് രൂപ വേണ്ടേ? അവസാനം ആശുപത്രി ബില്ല് തീർക്കണ്ടേ? ആ പാവം പിടിച്ച കൂലിപ്പണിക്കാരൻ അതിനൊക്കെ എങ്ങനെ കാശുണ്ടാക്കും? രാരിച്ച, വെളച്ചിലെടുക്കരുത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വിൻസെൻ്റ് കുപിതനായി ശബ്ദമുയർത്തി. അവിടെ നിന്ന ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആശുപത്രിയിൽ 2 സെക്യൂരിറ്റി ഗാർഡുകൾ അങ്ങോട്ട് വന്നു. രാരിച്ച, മര്യാദയ്ക്ക് ആ രൂപ തിരിച്ചതാ. വിൻസെൻ്റ് രാരിച്ചൻ്റെ കയ്യിൽ കയറി പിടിച്ചു. രാരിച്ചൻ കൈ കുതറിച്ചു. ഈ കാശ് ഞാൻ തരില്ല. 3 തരം. പിന്നെയും പിടിവലിയായി. ആളുകൾ അടുത്തുകൂടി. വലിയ മുതലാളിയല്ലേ കാശ് തന്ന് പുറകെ വിട്ടത്? ഇവിടെ കൊണ്ടുവന്ന് തരാൻ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. പപ്പ രൂപ തന്നു വിട്ടെന്നോ? പിന്നല്ലാതെ, തങ്കപ്പെട്ട മനുഷ്യനല്ലേ. എടാ, എന്താ പ്രശ്നം? സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചു. രാരിച്ചൻ അത് ശ്രദ്ധിക്കാതെ പറഞ്ഞു. എന്നാ പറഞ്ഞാലും വലിയ മുതലാളി ആശുപത്രി ചെലവിന് തന്നുവിട്ട കാശാ. ചുമ്മാ ധാരാളിച്ച് കളയാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല മോനെ. തിരികെ ചെല്ലുമ്പോൾ ഞാനാ സമാധാനം പറയേണ്ടതും കണക്ക് ബോധിപ്പിക്കേണ്ടതും. രാരിച്ചൻ അവിടെ കൂടിയവരിരുന്നവരെ നോക്കിയിട്ട് പറഞ്ഞു. ഒരുത്തൻ ഇവിടെ ചാകാറായി കിടക്കുന്നു. മരുന്നിന് തന്നുവിട്ട കാശിപ്പം വെള്ളമടിക്കാൻ കൊടുക്കണമെന്ന് ഒരു മനസാക്ഷി വേണ്ടേ? ആളുകൾ അമർഷത്തോടെ വിൻസെന്റിനെ നോക്കി. രാരിച്ചൻ ഓട്ടോ ഡ്രൈവറുടെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞില്ലേടാ, താൻ പേടിക്കണ്ട, കാശ് വരുമെന്ന്. റിപ്പയറിങ്ങിന് എത്ര ആവും? പെയിന്റ് പോയി, തകിട് വളഞ്ഞു, പാച്ച് വർക്ക് വരും, എല്ലാം കൂടി. പണിയൊക്കെ എനിക്കും അറിയാം. ഞാനും ഓട്ടോ ഉരുട്ടിക്കൊണ്ട് നടന്നതാ. അത് കഴിഞ്ഞാ ജീപ്പയിലോട്ട് കയറിയത്. ഇക്കൂട്ടത്തിൽ എഞ്ചിൻ പണി കൂടെ നടത്താനാണ് പ്ലാനെങ്കിൽ അതങ്ങ് മനസ്സിരിക്കട്ടെ. പറഞ്ഞു, കുറയുകയും വേണ്ട, കൂടുകയും വേണ്ട. ഒരു 400 രൂപ, 300 ഇരിക്കട്ടെ. പിന്നെ മറ്റേ 350, മൊത്തം 650. ഇന്നാ 50 രൂപയും കൂടെ പിടിച്ചോ, വെയിറ്റിംഗ് ചാർജ്. ഓട്ടോ ഡ്രൈവർ രൂപ എണ്ണി നോക്കി തൃപ്തനായി. അനന്തരം ഓട്ടോയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. രാരിച്ചൻ അയാളുടെ തോളിൽ തട്ടി. പഞ്ഞത്തരം പറയെങ്കിൽ നല്ല മനുഷ്യനാ കേട്ടോ, പൊക്കോ. അയാൾ പോയി. രാരിച്ചൻ വിൻസെന്റിന്റെ അരികെ വന്നു. വിൻസെന്റ് കോപവും അമർഷവും അടക്കി ഇരുണ്ട മുഖത്തോടെ നിൽക്കുകയാണ്. ജീപ്പിന്റെ സ്വിച്ച് കീ അവൻ കൈ നീട്ടി. രാരിച്ചൻ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് കൊടുത്തു. ജീപ്പും മോട്ടോർ സൈക്കിളും കൂടെ ഒന്നിച്ച് എങ്ങനെ ഓടിച്ചോണ്ട് പോന്നേ? രാരിച്ചൻ ചോദിച്ചു. എന്നെ ഇതും കൂടി ഓടിക്കാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് കൊണ്ടുവന്നേനെ. നിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടടാ കഴിവരടാ മോനെ. നീ അങ്ങോട്ട് വന്നേക്ക്, അവിടെ വെച്ച് കാണാം. കടപ്പല്ല് ഞെരിച്ച് അത്രയും പറഞ്ഞിട്ട് വിൻസെന്റ് ചെന്ന് ജീപ്പിൽ കയറി.
ഫിലിപ്പോസ് മുതലാളി ചിന്താക്കുഴപ്പത്തിൽപ്പെട്ടുലയുന്ന മകന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇനി ആലോചിക്കാനൊന്നുമില്ല, അവനെ അങ്ങ് പിരിച്ചു വിട്ടേക്ക്, അതാ നല്ലത്. അവന് പണി കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. അന്നേരം നീ കേട്ടില്ല. വലിയ കുരുട്ടു ബുദ്ധിക്ക് പോലെ പറഞ്ഞു വിട്ടാലെങ്ങനാ? അവൻ കാണിച്ച തെമ്മാടിത്തരങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കണ്ടേ? അവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒന്നും നടക്കില്ല. ഇനി അവനെ വെച്ചോണ്ടിരിക്കുന്നത് അപകടമാ, പറഞ്ഞേക്കാം. എടാ, ഒന്നുകിൽ നല്ലവനായിരിക്കണം, അല്ലെങ്കിൽ നാറിയായിരിക്കണം. ഇത് രണ്ടും കൂടി ചേരുന്നവനെ നമുക്ക് പറ്റത്തില്ല. വിൻസെന്റ് ചിന്താധീനനായിരുന്നു. അവന് നമ്മളെ പേടിയില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. പോലീസിനെയും കള്ളനെയും പേടിയില്ല, കൊല്ലാനും പേടിയില്ല, ചാകാനും പേടിയില്ല. അങ്ങനത്തവനെ സൂക്ഷിക്കണം. രൂപ പോയത് പോട്ടെന്ന് വെക്കും. രൂപ മാത്രമല്ല പപ്പ, പിന്നെ എൻ്റെ ഒരു റിവോൾവർ അവൻ്റെ കയ്യിലാ. ഫിലിപ്പോസ് അന്താളിച്ചു. അതെങ്ങനെ പറ്റിയടാ? അവൻ കാണാൻ മേടിച്ചതാ, തന്നില്ല. നീ എന്താടാ ഈ പറയുന്നേ? നീ ചോദിച്ചതുമില്ലേ? ചോദിച്ചിട്ട് തരണ്ടേ, അവൻ്റെ കയ്യിലായിപ്പോയി. നീ എന്നിട്ട് എന്താ ഇതുവരെ പറയാതിരുന്നേ? സൂത്രത്തിൽ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇപ്പൊ പത്തി വിരിച്ചു നിൽക്കുന്ന മൂർഖം പാമ്പിനെ സൂക്ഷിക്കുന്നത് പോലെ അവനെ സൂക്ഷിക്കണമല്ലോടാ. ഞാൻ സൂക്ഷിച്ചാ നിൽക്കുന്നേ. നീ മാത്രം സൂക്ഷിച്ചാ മതിയോ? ബാക്കിയുള്ളവരോടും കൂടി പറയണ്ടായിരുന്നോടാ? ഞാനിതൊന്നും അറിയാതെയാണല്ലോ തമ്പുരാനെ അവനോട് പലപ്പോഴും തട്ടിക്കേറിയത്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫിലിപ്പോസ് മുതലാളിയും ചിന്താക്കുഴപ്പത്തിലായി. ഇതിനിപ്പൊ ശരിക്കും വേലിയിരുന്ന പാമ്പിനെ എടുത്ത് വെച്ച പോലായല്ലോ. പപ്പ വിഷമിക്കണ്ട, നമുക്ക് തൽക്കാലം അനങ്ങാതിരുന്നാ മതി. പറ്റിയ അവസരം കിട്ടുമ്പം അവനെ തട്ടിയേക്കുക. ചതിപ്രയോഗം മതി. അതാ നല്ലത്. ഇനി അവനെ കൊണ്ട് ഗുണമുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ജിജി മുറിയിലേക്ക് വന്നതോടെ അവരുടെ സംഭാഷണം നിലച്ചു. പാലക്കര കുരിശുമൂട് കവലയിൽ 4 ആൾ കൂടുമ്പോഴെല്ലാം രാരിച്ചനായിരുന്നു സംഭാഷണ വിഷയം. അറിഞ്ഞില്ലേ? കേൾക്കേണ്ട കേൾവിയാ. ആ യോഹന്നാൻ പാമ്പുകടിയേറ്റ് ചാകേണ്ടതായിരുന്നു. രാരിച്ചൻ ഒരുത്തന്റെ ചങ്കൂറ്റം കൊണ്ടാ രക്ഷപ്പെട്ടത്. കേൾക്കുന്നവർക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ ഹരമാണ്. 5 മിനിറ്റ് താമസിച്ചു പോയിരുന്നെങ്കിൽ നമ്മുടെ യോഹന്നാൻ പിന്നെ വെറു ശവമാ. പുറകെ ചെന്ന വിൻസെന്റിന്റെ പോക്കറ്റിൽ നിന്ന് കാശ് മുഴുവൻ എടുത്തിട്ട് ഒരു 15 രൂപ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വഴിച്ചെലവിനിരിക്കട്ടെ, മോൻ പൊയ്ക്കോ. ആശുപത്രി ചെലവും കഴിഞ്ഞ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് കണക്ക് ബോധിപ്പിച്ചോളാന്ന്. ഫിലിപ്പോസ് മുതലാളിയോട് കോടി ചോദിക്കാൻ ഒറ്റ ഒരുത്തൻ ഇന്ന് ഈ പാലക്കരയിലുള്ളൂ. അത് രാരിച്ചനാ. വാസ്തവം. പൊടിപ്പാറ വക്കം പോലും ഇത്തിരി തല കുനിക്കുമായിരുന്നു. ആണാടാ രാരിച്ചൻ. ഡബിൾ ചങ്ക അവന്. ഇപ്പം മനസ്സിലായോ? നമുക്കൊരാപത്ത് വരുമ്പം അവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ടാന്നു. അവനെ തല്ലാനും കൊല്ലാനുമൊക്കെ എൻ്റെ കൈയും പൊങ്ങിയല്ലോ എന്നോർത്തിട്ട് എല്ലു പുളിക്കുന്നു. വെള്ളരിങ്ങാട്ട് വാവച്ചൻ പറഞ്ഞു. രാരിച്ചനെ പറ്റിയുള്ള വിവരണങ്ങളിൽ പൊടിപ്പും തൊങ്ങലും കലർത്തുന്നതിൽ ആളുകൾ മത്സരിച്ചു. ഓരോരുത്തർ തങ്ങൾക്കിഷ്ടമുള്ള വിധം അതിശയവും ആദരവും വീരാരാധനയും കൂട്ടിക്കലർത്തി രാരിച്ചനെ ഒരു ധീര നായകനാക്കി. റോഡരികെ ജീപ്പ് നിർത്തിയിട്ട് ജിജി ഇറങ്ങി. 4 വാർഡ് നോക്കി. കുറച്ചകലെ നിന്ന് വിറകുകെട്ടുകളും ചുമന്ന് ഏതാനും പണിക്കാരി പെണ്ണുങ്ങൾ വരുന്നത് കണ്ടു. അവർ ജീപ്പിനരികിലെത്തിയപ്പോൾ ജിജി ചോദിച്ചു, രാരിച്ചന്റെ വീടെവിടാ? പണിക്കാരി പെണ്ണുങ്ങൾ അത്ഭുതത്തോടെ അവളെ നോക്കി. പൊടിപ്പാറ വക്കന്റെ മകന്റെയോ? അതെ, ദാ ആ കാണുന്ന ഇടവഴി കൂടെ കുറച്ചങ്ങ് പോയാൽ മതി. അവർ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ അവൾ നടന്നു. വെള്ള കളിമണ്ണ് തേച്ച ചെറിയൊരു വീട്. മുറ്റത്ത് വലിയൊരു വിറക് മുട്ടിയിട്ട് കോടാലി കൊണ്ട് കൊത്തിക്കീറുന്ന രാരിച്ചൻ. തടിയിൽ ആഞ്ഞു കൊത്തുന്ന രാരിച്ചൻ അവളെ കണ്ടതേയില്ല. ജിജി എളിക്ക് കൈകുത്തി അല്പനേരം കാഴ്ച കണ്ടു നിന്നു. അവന്റെ വിയർപ്പിൽ കുളിച്ച ബലിഷ്ഠ ശരീരം മേലേറ്റ് തിളങ്ങി. ഹേയ് അഫ്യാസി! രാരിച്ചൻ തലയുയർത്തി. ജിജിയെ കണ്ട് അതിശയിച്ചു. ഇയാളെന്താ എക്സസൈസ് ചെയ്യുകയാണോ? ഞങ്ങളെപ്പോലുള്ളവർക്ക് അടുപ്പിൽ തീ കൂട്ടണമെങ്കിൽ ഇങ്ങനത്തെ ചില എക്സർസൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അവൻ ചിരിച്ചു. ഫിലിപ്പോസിന്റെ ചക്കര മോളെന്താ ജീപ്പ് കയറാത്ത വഴി കൂടൊക്കെ? ഇയാൾ ഏതു മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് നോക്കാൻ വന്നതാ. എന്നാൽ കേറി വന്നാട്ടെ. രാരിച്ചൻ വരാന്തയിൽ കയറി പഴയ കസേര നീക്കിയിട്ട് കൊടുത്തു. ഈ ചപ്രമഞ്ചത്തിലോട്ടൊന്ന് ഇരുന്നാട്ടെ. ജിജി ഇരുന്നു. വീട്ടു വരാന്തയിൽ ഒരു പെൺസ്വരം കേട്ട് ത്രേസ്യാമ്മയെ മോളി എത്തി നോക്കി. ഫിലിപ്പോസ് മുതലാളിയുടെ മകളെ കണ്ട് അവർ അത്ഭുത സ്തബ്ധരായി. ജിജി അവരെ നോക്കി പുഞ്ചിരിച്ചു. പതുങ്ങി നിൽക്കാതെ ഇങ്ങോട്ടിറങ്ങി വന്നേ. അഫ്യാസിയുടെ അമ്മയും പെങ്ങന്മാരും ഞാനൊന്ന് കാണട്ടെ. അവർ സങ്കോചത്തോടെ തിണ്ണയിലേക്ക് നിരന്നു നിന്നു. ഇതെന്റെ മോളി ചേച്ചി, ഇത് ജിൻസി മോൾ. അമ്മയെ പരിചയപ്പെടുത്തി തരണ്ടല്ലോ. പോരാ, ഒരാളെ കൂടി കാണാനുണ്ട്, ട്രീസ. ത്രേസ്യാമ്മ വിളിച്ചു. പക്ഷെ ട്രീസ ഇറങ്ങി വന്നില്ല. അവൾക്ക് നല്ല സുഖമില്ലാണ്ടിരിക്കുക, ത്രേസ്യാമ്മ പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കാണാം. ജിജി എഴുന്നേറ്റു. എവിടെയാ?
ത്രേസ്യാമ്മ വാതിൽ കാട്ടിക്കൊടുത്തു. മൂലകളിൽ ഇരുട്ട് തങ്ങി നിൽക്കുന്ന മുറിയിലേക്ക് ജിജി കടന്നു ചെന്നു. പഴയ ഒരു കട്ടിലിൽ ട്രീസ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ജിജിയെ കണ്ട് എഴുന്നേറ്റ് നിന്നു. മുറിയിലെ മങ്ങിയ വെളിച്ചവുമായി പൊരുത്തപ്പെടാൻ ജിജി അല്പസമയമെടുത്തു. ഇപ്പോൾ ട്രീസയെ ശരിക്ക് കാണാമെന്നായി. ട്രീസയല്ലേ? ജിജി അരികെ ചെന്ന് ചോദിച്ചു. ട്രീസ തലയാട്ടി. ജിജി അവളുടെ വിളർത്ത മുഖത്തേക്കും വീർത്തു വരുന്ന ഉദരത്തിലേക്ക് നോക്കി. രാരിച്ചൻ പറഞ്ഞ പേരറിയാം, പേരു മാത്രമല്ല. ജിജി അർദ്ധോ ഐ അപ്രീഷിയേറ്റ് യു. വേറൊന്നിനുമല്ല, ട്രീസയുടെ ഡിറ്റർമിനേഷൻ. രാരിച്ചനെ പോലെ ഒരാങ്ങളെയുള്ളപ്പം എന്തിനാ ഇങ്ങനെ ഇരുട്ടത്തൊക്കെ ഒളിച്ചിരിക്കുന്നേ? നല്ല പകൽ വെട്ടത്തിലോട്ട് ഇറങ്ങിച്ചെല്ലണം. ജിജി അവളുടെ ചുമലിൽ മൃദുവായി തട്ടി. പിന്നെ തിരിച്ച് വരാന്തയിലേക്ക് പോയി. കുടിക്കാൻ എന്തെങ്കിലും? കട്ടൻ കാപ്പിയേ ഉള്ളൂ. ത്രേസ്യാമ്മ സങ്കോചത്തോടെ പറഞ്ഞു. ഒന്നും വേണ്ട. വീട്ടിൽ കയറി വന്നിട്ടൊന്നും തരാനില്ലെന്ന് ഓർക്കുമ്പോൾ അതിനൊരു ഗ്ലാസ് വെള്ളം തന്നേക്കും. ജിൻസി വെള്ളം എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. ഈ കൊച്ചു പഠിക്കാനൊന്നും പോകുന്നില്ലേ? പഠിച്ചുകൊണ്ടിരുന്നതാ. ഓരോ പ്രയാസങ്ങൾ വന്നപ്പോൾ നിർത്തി. ഇപ്പോൾ പ്രയാസങ്ങളൊക്കെ തീർന്നില്ലേ? ഈ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് വെച്ചു, ത്രേസ്യാമ്മ പറഞ്ഞു. ജിജി ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു തീർത്തു. ഗ്ലാസ് വാങ്ങാനായി ത്രേസ്യാമ്മ കൈ നീട്ടി. ജിജി ആ കരം ഗ്രഹിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. സ്നേഹവാത്സല്യങ്ങൾ വിളംബരം ചെയ്യുന്ന അമ്മയുടെ മുഖം. എനിക്കൊരമ്മയില്ല, ഇതുപോലൊരു മുഖം മാത്രമേ മനസ്സിലുള്ളൂ. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. ത്രേസ്യാമ്മയുടെ കണ്ണിൽ നനവൂറി. മോളെ എന്നൊരു വിളി ഹൃദയത്തിൽ ഉയർന്നു താണു. ഒരു കണക്കിൽ ഇല്ലാഞ്ഞത് നന്നായി. ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇതിനേക്കാൾ ദുഃഖിക്കേണ്ടി വന്നേനെ. ജിജിയുടെ സ്വരം പിന്നെയും നീർത്തു. ത്രേസ്യാമ്മ അവളുടെ വിരലുകളിൽ മുറുകെ പിടിക്കുക മാത്രം ചെയ്തു. എന്നാലും അമ്മയുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആശിച്ചിട്ടുണ്ട്. സാരമില്ല അല്ലേ? എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും കിട്ടില്ലല്ലോ. ജിജി ഗ്ലാസ് തിരികെ കൊടുത്തു. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. ഇതിലേ പോയപ്പോൾ വെറുതെ കയറിയെന്നേ ഉള്ളൂ. രാരിച്ചൻ്റെ അമ്മയും പെങ്ങേമാരെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി ജിജി പോകാൻ ഇറങ്ങി. മുറ്റത്ത് തിരിഞ്ഞു നിന്നിട്ട് അവൾ ത്രേസ്യാമ്മയോട് പറഞ്ഞു. അല്പം കൂടി സൂക്ഷിച്ചും കണ്ടും പെരുമാറിക്കൊള്ളാൻ പൊന്നുമോനോട് പറയണം. ഇത്തിരി ഓവർ സ്മാർട്ട് ആകുന്നുണ്ട്. പേടിക്കാൻ ആരുമില്ലെന്നുള്ള വിചാരവാ. അവൾ നടന്നു തുടങ്ങി. രാരിച്ചൻ കൂടെ ചെന്നു. ആ ചേച്ചി കൊള്ളാം അല്ലേ അമ്മേ? ആ ഫിലിപ്പോസ് മുതലാളിയുടെ മകളാണെന്നൊന്നും തോന്നുകയില്ല, ജിൻസി അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. ത്രേസ്യാമ്മയുടെ മനക്കണ്ണിൽ മറ്റൊരു ചിത്രമായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ അന്തസ്സും ആഭിജാത്യവുമുള്ളൊരു തറവാട്. അവിടെ സമ്പന്നതയിലും സൗഖ്യത്തിലും മുഴുങ്ങി വളർന്നൊരു പെൺകിടാവ്. അവളും ഇവളും തമ്മിൽ കാലത്തിൻ്റെ വിടവ് മാത്രം. രാരിച്ചൻ റോഡ് വരെ ജിജിയെ അനുഗമിച്ചു. പൊടിപ്പാറ വക്കൻ കൊന്നും കൊള്ള ചെയ്ത് ഒരുപാടുണ്ടാക്കിയില്ലേ? ആ സമ്പാദ്യമൊന്നും കുടുംബത്ത് കാണാനില്ലല്ലോ, ജിജി ഇടയ്ക്ക് ചോദിച്ചു. പൊടിപ്പാറ വക്കൻ കൊന്നും കൊള്ളയടിച്ച് ഉണ്ടാക്കിയത് മുഴുവൻ കള്ളും പെണ്ണും കൊണ്ടുപോയി. പൊടിപ്പാറ വക്കൻ്റെ മകന്റെ സമ്പാദ്യമോ? അതാര് കൊണ്ടുപോകും? ആർക്കൊക്കെ പങ്കിടണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിൽ കള്ളിനും പെണ്ണിനും വേണ്ടിയിട്ടുള്ള പങ്ക് എൻ്റെ പേരിൽ നീക്കി വെച്ചേര്. അത് രണ്ടിൻ്റെയും പോരായ്മ നികത്തി തരാമെന്നുണ്ടെങ്കിൽ വിരോധമില്ല. അവൻ അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. പൊടിപ്പാറ വക്കൻ്റെ ആ വഷളത്തരം അതേപടി കിട്ടിയിട്ടുണ്ട്. വെറുതെ അല്ല ഗുണം പിടിക്കാത്തത്, അവൾ മൂർച്ചയുള്ള സ്വരത്തിൽ പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഈ എഴുന്നള്ളത്തിന്റെ രഹസ്യം മനസ്സിലായില്ല. പണിക്ക് വരുന്നില്ലെന്നറിഞ്ഞു. ഭയന്നിരിക്കുകയാണോ അതോ ഫിലിപ്പോസ് മുതലാളിയുമായുള്ള കരാറ് വെട്ടിയോ എന്നൊക്കെ അറിയാമെന്ന് കൂടി വിചാരിച്ചു. വരുന്നുണ്ട് ഞാൻ. ഫിലിപ്പോസ് മുതലാളിയുടെയും മക്കളുടെയും കോപം ഒന്ന് തണുക്കട്ടെന്ന് വെച്ചു. അടുത്ത ആഴ്ച ഞാൻ പോകും. വെക്കേഷൻ തീരാറായി. എങ്ങോട്ട്? കോളേജിലേക്ക്. ജീപ്പിനടുത്തെത്തി. ജീപ്പിനരികിൽ ചുറ്റിപ്പറ്റി നിന്ന കുട്ടികൾ ഓടി മറഞ്ഞു. ജിജി ജീപ്പിൽ കയറി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. രാരിച്ചൻ്റെ നേർക്ക് വലങ്കൈ ഉയർത്തി കാട്ടിയിട്ട് അവൾ ഓടിച്ചുപോയി. രാരിച്ചൻ പിറ്റേന്ന് ഫിലിപ്പോസ് മുതലാളിയുടെ തോട്ടത്തിൽ പണിക്ക് ചെന്നു. ഫിലിപ്പോസ് വീട്ടിലുണ്ടായിരുന്നില്ല. വിൻസെന്റ് അവനെ പകയോടെ നോക്കി. അല്പം കഴിഞ്ഞ് തൊഴിലാളികളുടെ മധ്യേ വെച്ച് പറഞ്ഞു. ഞങ്ങളുടെ ഒരു പണിക്കാരൻ്റെ ജീവൻ രക്ഷിക്കാനായതുകൊണ്ട് മാത്രം നീ ചെയ്ത തെമ്മാടിത്തരം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഒരു തവണത്തേക്ക്. അല്ലായിരുന്നെങ്കിൽ ഈ തോട്ടത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലായിരുന്നു. എന്ന് മാത്രമല്ല, നീ ഇപ്പോൾ ഭൂമിക്ക് മീതെ ജീവനോടെ കാണുകയുമില്ലായിരുന്നു. ആ വാക്കുകൾക്ക് പിന്നിലെ ആത്മാർത്ഥത രാരിച്ചന് മനസ്സിലായി. ഇവൻ ഈ അണലിയുടെ സന്തതി തനിക്കെതിരെ വലിയ കെണികൾ ഒരുക്കുന്നുണ്ട്. ജാഗ്രത. തൊഴിലാളികൾ സന്തോഷത്തോടെ ആദരവോടെ അവനെ നോക്കി. തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവനോട് സംസാരിക്കാൻ അവർ താല്പര്യം കാട്ടി. അവരിൽ ഒരാളായി തൊഴിലാളികൾ അവനെ അംഗീകരിക്കുകയായിരുന്നു. അവൻ്റെ അടുത്ത് നിൽക്കാനും അവനോട് കുശലം ചോദിക്കാനും അവർ മത്സരിച്ചു. സഹദേവനും കല്ലറയ്ക്കൽ മോനായും വാളംപറമ്പിൽ ജോസും റപ്പായുടെ ചായക്കട തിണ്ണയിലെ ബെഞ്ചിൽ ചായ കുടിച്ച് ബീഡിയും വലിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ജോസ് സഹദേവനെ ഒന്ന് തോണ്ടി. എന്നിട്ട് കുരിശുമൂട്ടിലേക്ക് കണ്ണു കാണിച്ചു.
നിന്റെ മറ്റേ പാർട്ടി. ട്രീസ സാവധാനം നടന്നു വരുന്നത് സഹദേവൻ കണ്ടു. ഇവളെ കുറെ നാളായിട്ട് പുറത്തെങ്ങും കാണാനില്ലായിരുന്നല്ലോ, ഇവിടെ ഇല്ലായിരുന്നു. മോനായി പിറുപിറുത്തു. ഒരുപാട് നാളുകൂടി കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. വാളംപറമ്പിൽ ജോസ് സഹദേവനെ നോക്കി വല്ലാത്ത ചിരിയോടെ പറഞ്ഞു. ആ പെണ്ണിപ്പം ഗർഭിണിയാണെന്ന് കേൾക്കുന്നല്ലോടാ. നിന്റെ ചികിത്സ ഫലിച്ചതാണേടേ, അതോ വേറെ വല്ലോരും? ട്രീസ അവരെ കടന്ന് കുഞ്ഞുമോന്റെ കടയിലേക്ക് കയറി. അടുത്തടുത്താണ് ചായക്കടയും പലചരക്ക് കടയും. ട്രീസയ്ക്ക് കൂടി കേൾക്കാവുന്ന ഉച്ചത്തിൽ മോനായും ജോസും അവളെ പറ്റി അശ്ലീല ധ്വനിയുള്ള കമന്റുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. സഹദേവൻ ട്രീസ സാധനങ്ങൾ വാങ്ങി സഞ്ചിയിലാക്കി പണം കൊടുത്തിറങ്ങി. ചായക്കടയ്ക്ക് മുമ്പിൽ വന്നപ്പോൾ മോനായി ആരോടൊന്നില്ലാതെ തെല്ലുറക്കെ പറഞ്ഞു, നല്ല സമ്പാദ്യമാണല്ലോ, എവിടുന്ന് കിട്ടിയോ? സഹദേവാ, നിനക്ക് വല്ല മനസ്സറിവുമുണ്ടോടാ? ഏയ്, അവനൊരു വഴി കാണിച്ചു കൊടുത്തെന്നല്ലേ ഉള്ളൂ. സൂര്യഗിരിയില് നല്ലൊരു ലേഡി ഡോക്ടർ ഉണ്ടെന്നായിരുന്നല്ലോ, അക്കാര്യം നീ പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ സഹദേവ? ഏതായാലും കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ ബിസിനസ് കൊണ്ട് പിടിച്ചങ്ങ് നടത്തിക്കൂടായോ? ട്രീസ നിന്നു. അവൾ 3 പേരെ മാറി മാറി നോക്കിക്കൊണ്ട് ചായക്കടയ്ക്ക് നേരെ വന്നു. അതേടാ, കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അഗ്നി ഇരമ്പും പോലെ അവൾ പറഞ്ഞു. മുതലിറക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല, ഈ ഇരിക്കുന്നവൻ, കൊച്ചുപുരയ്ക്കലെ സഹദേവൻ. അവൾ സഹദേവന്റെ നേർക്ക് വിരൽ ചൂണ്ടി. മോനായും ജോസും സ്തബ്ധരായിരുന്നു. കടകളിലും മറ്റും ഉണ്ടായിരുന്നവർ പുറത്തേക്ക് തലനീട്ടി ശ്രദ്ധിച്ചു. ട്രീസയുടെ കത്തുന്ന മിഴികൾ സഹദേവനിൽ തറഞ്ഞു. സൂര്യഗിരിയിലെ ലേഡി ഡോക്ടർമാർക്ക് ദാനം കൊടുക്കാനുള്ള സമ്പാദ്യമല്ലിത്. ഊലയിൽ ഊതി പഴിപ്പിച്ച വാക്കുകൾ ചിതറി വീണു. കൊച്ചുപുരയ്ക്കലെ സഹദേവന് തിരിച്ചു കൊടുക്കാൻ മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത്. കുരിശുമൂട് കവലയിൽ കരയിലെ അനങ്ങിയാൽ കേൾക്കാവുന്ന നിശബ്ദത. ട്രീസ തിരിഞ്ഞു. ദൃഢമായ കാൽവെപ്പുകളോടെ അവൾ നടന്നുപോയി. ചാറ്റൽ മഴയത്തു കൂടി ഓടി ജിജി ഗോഡൌണിൽ ചെന്ന് കയറി. ലോറികൾക്ക് കൂടി കയറാൻ പാകത്തിൽ ഗേറ്റിന്റെ അത്രയും വലിപ്പമുള്ള അതിന്റെ വാതിലിൽ ഒരു പാളി തുറന്നു കിടക്കുകയാണ്. ജിജി അകത്ത് കടന്നു. ആരാത്? വിശാലമായ ഗോഡൌണിൽ ഒരു ഭാഗത്തുനിന്ന് ചോദ്യമുയർന്നു. ജിജി വളച്ചാക്കുകളുടെ അട്ടിക്കിടയിലൂടെ നടന്നു. പീഞ്ഞ പെട്ടികളും വീപ്പുകളും അടുക്കി വെച്ചിരിക്കുന്ന ഭാഗത്തുകൂടി ഗോഡൌണിന്റെ അങ്ങേയറ്റത്തെത്തി. അവിടെ കച്ചി കൂമ്പാരങ്ങൾക്കിടയിൽ ഒരു പലയ്ക്ക് മുന്നിൽ ചമ്രമ്പടഞ്ഞിരിക്കുകയാണ് രാരിച്ചൻ. അഭ്യാസം എന്താ, കവടി നിർത്തുകയാണോ? ജിജി ചോദിച്ചു. രാരിച്ചന്റെ മുമ്പിലുള്ള പലയ്ക്ക് മീതെ പച്ചമാങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നു. ഉപ്പുപൊടിയും ഉള്ളി കഷ്ണങ്ങളും മുളക് കഷ്ണങ്ങളും കടലാസിൽ. ഒരു മാങ്ങാ കഷ്ണം എടുത്ത് ഉപ്പുപൊടിയിൽ മുക്കി മുളക് മുറിച്ചതും ഒരു ഉള്ളിക്കഷ്ണവും ചേർത്ത് വായിലിട്ട് ചവച്ചിട്ട് അവൻ എരിയുന്നത് പോലെ ശബ്ദം പുറപ്പെടുവിച്ചു. ആഹാ, ഉഗ്രൻ! ഇതെന്താ, പച്ചമാങ്ങയോ? ഇത് ഗർഭിണി പെണ്ണുങ്ങളുടെ സ്പെഷ്യൽ ഡിഷ് അല്ലേ? പെണ്ണുങ്ങളെ ഗർഭിണിയാക്കാൻ കഴിവുള്ള ആണുങ്ങൾക്കും കൊള്ളാം ഇത്, രാരിച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഛേ, ഇതാണ് ഞാൻ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഇയാളെടുത്ത് മിണ്ടാൻ വരാത്തത്. ആര് പറഞ്ഞു വരണമെന്ന്? ജിജി രാരിച്ചന്റെ അരികെ വൈക്കോലിന് മീതെ ഇരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. ഇയാള് മാത്രമേ ഉള്ളൂ ഇവിടെ? ഞാൻ ഇവിടെ തനിച്ചേ ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതല്ലേ, കിണ്ണാണിക്കാൻ വേണ്ടിട്ട്. സത്യം പറ. ജിജി കള്ളത്തരം പിടിക്കപ്പെട്ടതുപോലെ പരിങ്ങി. ഇയാൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്താ ഇവിടെ പരിപാടി? മാങ്ങാ തീറ്റിയോ? എന്ത് പരിപാടിക്ക് ഞാൻ റെഡിയാ. വേണോ ഒരു കഷ്ണം? എനിക്ക് വേണ്ട പുളി. എവിടുന്ന് സംഘടിപ്പിച്ചു ഉള്ളിയും മുളകും? ആഹാ, ഉള്ളിയും മുളകൊക്കെ കണ്ടാൽ തിരിച്ചറിയാം അല്ലേ കൊച്ചമ്മ റാണിക്ക്? അറിയാം. ആഹാ, ഉള്ളിയും മുളകൊക്കെ കണ്ടാൽ തിരിച്ചറിയാം അല്ലേ കൊച്ചമ്മ റാണിക്ക്? അറിയാം. ജീപ്പിൽ ഒരു ലോഡ് വരാനുണ്ട്, അതിറക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാ. നിങ്ങളുടെ മാവേന്ന് പറിച്ച മാങ്ങയാവും. ഉള്ളിയും മുളകും ഉപ്പും ആശാരിമാര് താമസിക്കുന്ന ഷെഡിൽ നിന്ന് സംഘടിപ്പിച്ചു. വെറുതെ ഇരിക്കുമ്പോ ഒരു നേരം പോക്ക് വേണ്ടേ? അവൻ ഒരു കഷ്ണം മാങ്ങ എടുത്ത് വായിലിട്ടോണ്ട് ചോദിച്ചു. കോളേജിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? നാളെ. പിന്നെ എന്നാ തിരിച്ചു വരവ്? അടുത്ത വെക്കേഷന്. ഞാനൊന്ന് വാങ്ങിത്തന്ന വേഷമൊന്നും രാരിച്ചൻ ഇതുവരെ ഇട്ട് കണ്ടില്ലല്ലോ. സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നെ പോലത്തെ പാവങ്ങൾക്ക് ഈ വേഷമൊക്കെ ഇണങ്ങോ? പിന്നെ ഇണങ്ങാതെ. രാജാ ഹിന്ദുസ്ഥാനിൽ അമീർ ഖാൻ രാരിച്ചനെ പോലെ ഒരു പാവപ്പെട്ടവന്. എന്നാലും നല്ല ചെത്തു വേഷത്തിൽ അയാളുടെ നടപ്പ്. അയാൾക്ക് എന്താ പണി? ഡ്രൈവർ കം ഗൈഡ്. ഇതുപോലൊരു ഹില്ലി ഏരിയയിലാ അയാളും താമസിക്കുന്നത്. ആ, എന്നിട്ട് അവിടെ ഒരു പണക്കാരി പെണ്ണ് വരും, കരീഷ്മ കപൂർ. എന്തോന്ന് കപൂറാ? ഒന്നുകൂടെ പറഞ്ഞേ. കരീഷ്മ കപൂർ. മനുഷ്യ സ്ത്രീ തന്നെ. അവന്റെ മുഖത്തെ സംശയഭാവം കണ്ട് ജിജി പൊട്ടിച്ചിരിച്ചു. പിന്നല്ലാതെ
കൊരങ്ങാണോ? ആ, എന്നിട്ട്? കരീഷ്മയും അമീർ ഖാനും തമ്മിൽ ആദ്യമൊക്കെ ഭയങ്കര വഴക്കായിരുന്നു. ഓഹോ. പിന്നെ അവര് തമ്മിൽ ഇണങ്ങി. അത് പിന്നെ പ്രേമമായി. ഒടുവിൽ അത് കല്യാണത്തിലെത്തി. ആഹാ, അത് കൊള്ളാലോ. ആ പരിപാടി നമുക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കരുതോ? ജിജി പൊട്ടിച്ചിരിച്ചു. അഫ്യാസിയുടെ പൂതി മനസ്സിലിരുന്നാ മതി, പുറത്താരോടും പറയല്ലേ. അല്ല, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അമീർ ഖാൻ പാവപ്പെട്ടവൻ, ഞാനും പാവപ്പെട്ടവൻ. കരീഷ്മ കപൂർ പണക്കാരി, ജിജിയും പണക്കാരി. ആദ്യം അവര് തമ്മിൽ വഴക്ക്, നമ്മളും വഴക്ക്. പിന്നെ അവര് തമ്മിൽ ഇണക്കം, നമ്മളും ഇണങ്ങി. ഇനി പ്രേമിക്കലും കല്യാണം കഴിക്കലും അല്ലേ ഉള്ളു ബാക്കി. ജിജിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല. പൊന്നു മോനെ, വേറൊരു വലിയ വ്യത്യാസമുണ്ട്. അത് സിനിമയാ. അതിന് 20 രൂപയുടെ ചെലവേ ഉള്ളൂ. 2.5 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും. ഇതങ്ങനെയല്ല, ജീവിതം നായ നക്കി പോവുകയെ. രാരിച്ചൻ മൗനത്തോടെ ഇരുന്നു. ജിജി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇയാള് സീരിയസ് ആയിട്ട് പറഞ്ഞതാ? ഏയ്, അങ്ങനെ തോന്നിയോ? ജിജി അല്പനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാനും ഒന്ന് ആലോചിച്ചതാ, ഇയാളെ കയറി അങ്ങ് പ്രേമിച്ചാലോന്ന്. പിന്നെ ആലോചിച്ചപ്പോ മനസ്സിലായി ഗുണമില്ലെന്ന്. ഗുണമില്ലെന്നോ? ഞാനേ നല്ല പോലെ സുഖിച്ച് ജീവിച്ചവളാ. ഒരു വിഷമവും ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് കോസ്മോപൊളിറ്റൻ സിറ്റിയിൽ ഒരു 3 നില മാളികയുണ്ട്. 4 കാർ പോർച്ച്. ഒന്നിൽ മേഴ്സിഡസ് ബെൻസ്, അടുത്തതിൽ ഓബൽ ആസ്ട്ര, അതിനടുത്തതിൽ BMW, അവസാനത്തിൽ ഫോർഡ് എസ്കോർട്ട്. വീട്ടിനുള്ളിൽ ഇഷ്ടം പോലെ സെർവൻസ്. ഏതാവശ്യത്തിനും ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി. 3-ാമത്തെ നിലയിൽ ഒരു എയർ കണ്ടീഷണർ MM മിനി തിയേറ്റർ. ലോകത്തെ ഏറ്റവും പുതിയ ഡിസൈനിലും ഫാഷനിലുമുള്ള ഡ്രസ് ആൻഡ് ജുവൽസ്. രാജകുമാരിയെ പോലെ ജീവിക്കണം എനിക്ക്. അതേസമയം രാരിച്ചനെ പ്രേമിച്ച് കല്യാണം കഴിച്ചാലോ? ഈ മലമൂട്ടിൽ ഒരു പൊളിഞ്ഞ വീട്ടില് കിണർ വെള്ളവും കരിക്കലങ്ങളും പുകയടുപ്പുമൊക്കെ ആയിട്ട് ഓർക്കുമ്പോ ശ്വാസം മുട്ടുന്നു. രാരിച്ചന്റെ നോട്ടത്തിന് മൂർച്ചയേറി. പരിഹസിക്കുകയാണോ ഇവൾ? അതോ നേരം പോക്ക് പറയുകയോ? ചില ഹിന്ദി സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പണക്കാരി പെണ്ണ് പാവപ്പെട്ടവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. രാരിച്ച ഹിന്ദി സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. തമിഴ്? ഇല്ല. എനി മൂവീസ്? ഒരു മലയാളം പടം കണ്ടിട്ടുണ്ട്, ഒരെണ്ണം. പൊടിപ്പാറ വക്കന്റെ മകന്, ഈ മലമൂട്ടിലെ പാവപ്പെട്ടവന്, അടിച്ചമർത്തപ്പെട്ടവനെ പോലെ ജീവിച്ചവന് അത്രേ സാധിച്ചുള്ളൂ. ഏത് സിനിമയാ? സേതുബന്ധനം. കേട്ടിട്ടില്ലല്ലോ ആ പേര്. കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ? അതൊന്നും എനിക്കറിയത്തില്ല. ആള്. ജിജിക്ക് വീണ്ടും ചിരി പൊട്ടി. ആരാ അതിൽ അഭിനയിച്ചിരിക്കുന്നത്? നസീറും ജയഭാരതി. ജിജി വീണ്ടും പൊട്ടിച്ചിരിച്ചു. എന്താ അതിന്റെ കഥ? കഥയ്ക്ക് മാറ്റമൊന്നുമില്ല. മനുഷ്യന്റെ കഥയല്ലേ. ഒരു പാവപ്പെട്ടവൻ പണക്കാരിയെ സ്നേഹിക്കുന്നു. ഇതേപോലെ തന്നെ വഴക്കിലാണ് തുടക്കം. മുൻ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ജയഭാരതി നസീറിനെ വിളിച്ച് സൂത്രത്തിൽ കാറിൽ കയറ്റി അകലെ ഒരിടത്ത് കൊണ്ടുപോയി ഇറക്കി. ഇനി നടന്നു പോന്നോളാൻ പറഞ്ഞിട്ട് കാറുമായി തിരിച്ചു പോന്നു. നസീറിന് അപ്പോഴേ ചതി മനസ്സിലായുള്ളൂ. രാത്രി സമയം പുള്ളിക്കാരൻ പതുക്കെ നടന്നു വരുമ്പോഴുണ്ട് വഴിയിൽ ജയഭാരതിയുടെ കാറ് കേടായിട്ട് കിടക്കുന്നു. നസീർ തിരിഞ്ഞു നോക്കാതെ പോകാൻ ഒരുങ്ങിയപ്പം ജയഭാരതി തന്നെ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞു കെഞ്ചി. ഇതേപോലെ വൈക്കോലൊക്കെ കൂട്ടിയിട്ട ഒരു വയൽക്കരയാ. ജിജി ചിരിയോടെ ജിജ്ഞാസയോടെ അവനെ നോക്കി. രാരിച്ചൻ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു. പിന്നെ ഒരു പാട്ടാണ്. മുൻകോപക്കാരി എന്നാണ് ആരംഭം. പാട്ടിനിടയ്ക്ക് തന്നെ ജയഭാരതി നസീറുമായിട്ട് ഇണങ്ങും. എന്നിട്ട് അവളുടെ അഴകുറ്റം പുഞ്ചിരിയിലേക്ക്, തിളക്കമേറിയ നയനങ്ങളിലേക്ക്, കവിളത്തെ നുണക്കുഴിയിലേക്ക് അവൻ ഉറ്റുനോക്കി. പാട്ട് തീരുമ്പോ നസീർ ജയഭാരതിയെ കെട്ടിപ്പിടിച്ച് താണു വരുന്ന മുഖത്തേക്ക് അവൾ ഉൾക്കിള്ളത്തോടെ നോക്കി. അവളുടെ ഇരു ചെവിക്കും മീതെ അവന്റെ കൈത്തല അമർന്നു. മുഖത്തേക്ക് താണു വരുന്ന അവന്റെ ചുണ്ടുകൾ, ഒരാവരണം പോലെ തന്റെ മുഖത്തെ പൊതിയുന്ന അവന്റെ മുഖം. പച്ചമാങ്ങയുടെ പുളിരസം, ഉള്ളിയുടെ മണവും മുളകിന്റെ എരിവും. നിമിഷങ്ങൾ മാത്രമേ അവൾക്ക് അതിൽ നിന്ന് മോചനമുണ്ടായുള്ളൂ. അവനെ തള്ളി മാറ്റി അവൾ കുതറി പിടഞ്ഞെഴുന്നേറ്റു. അവന്റെ നേർക്ക് വിരൽ ചൂണ്ടി അവൾ ചീറി. യു യു ഡെവിൾ! രാരിച്ചൻ എഴുന്നേറ്റപ്പോൾ അവൾ ഭയന്ന് പിന്നോക്കം നീങ്ങി. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ്. അവൾ അട്ടിയിട്ട വളച്ചാക്കുകൾക്കിടയിലൂടെ ഓടി മറഞ്ഞു. പ്രഭാതം. അപ്പോഴും മഴ ചാറിക്കൊണ്ടിരുന്നു. ജിജി ബാഗും പെട്ടിയും എല്ലാം എടുത്ത് ജീപ്പിൽ വെച്ചു. വയസ്സ് അവളെ സഹായിച്ചു. തൊഴിലാളികൾ ജോലിക്ക് എത്തി തുടങ്ങിയിരുന്നു. വിൻസെന്റ് രാരിച്ചനെ വിളിച്ചു മാറ്റി നിർത്തി. ജിജിയെ നീ സൂര്യഗിരിയിൽ കൊണ്ടുപോയി വിടണം. 8:30-ക്കാണ്.
അവൾക്ക് പോകേണ്ട ബസ്. ഇനി 1 മണിക്കൂറേ ഉള്ളൂ. രാരിച്ചൻ തലയാട്ടി. പിന്നെ തിരിച്ചു വരുമ്പം റാവുത്തരുടെ കടയിൽ നിന്ന് 10 പാട്ടം മണ്ണെണ്ണ എടുത്തോണ്ട് വരണം. ശരി. ജിജി പോകാനിറങ്ങി. പോട്ടെ പപ്പ. ആ, എഴുത്തിട്ടേക്കണം, മറക്കരുത്. ഓ. അവൾ വന്ന് ജീപ്പിൽ കയറി. രാരിച്ചൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് പതുക്കെ നീങ്ങി. റോഡിലിറങ്ങിയ ശേഷം രാരിച്ചൻ വേഗത എടുത്തു. ഇടയ്ക്ക് ജിജി ഒന്ന് പാളി നോക്കി. മുഖം കടന്നൽ കുത്തേറ്റതുപോലെ. രാരിച്ചനൊന്ന് മുരടനക്കി. ഇന്നലെ ഒരു കയ്യബദ്ധം പറ്റി. അവൻ ക്ഷമാപണം പോലെ പറഞ്ഞു. അന്നേരത്തെ നിന്റെ ഇരിപ്പും നിന്റെ കണ്ണും ചുണ്ടും കവിളും ഒക്കെ കണ്ടപ്പോ ഒരു കൊതി തോന്നി. പിന്നെ എന്റെ ദാരിദ്ര്യത്തെ നീ കളിയാക്കിയതിൽ ചെറിയൊരു വാശി ഉണ്ടായിരുന്നെന്ന് കരുതിക്കോ. ആ, പോട്ടെ, വിട്ടുകള. എന്നോട് സംസാരിക്കരുത്, അവൾ ഗർവോടെ പറഞ്ഞു. ഇന്നലെ രാരിച്ചൻ വളരെ മോശമായിട്ടാ പെരുമാറിയത്. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. പറയണ്ട, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാരിച്ചന് ദേഷ്യം പിടിച്ചു. നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പുല്ല. ഓ, എന്റെ പപ്പയോടോ ചേട്ടനോടോ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. അവൾ അർദ്ധോക്തിയിൽ നിർത്തി. അവരൊലത്തിയേനെ. ഇപ്പൊ ഇയാള് ഭൂമിക്ക് മീതെ ജീവനോടെ കാണത്തില്ലായിരുന്നു. അത്രേ ഉള്ളൂ. വളരെ നന്ദി. എന്റെ ജീവൻ രക്ഷിച്ചല്ലോ. മുമ്പൊരിക്കൽ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ കടം വീട്ടി. പൊടിപ്പാറ വക്കന്റെ മകനായിട്ട് ജനിച്ച ഒരുത്തനിൽ നിന്ന് ഇതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കാനില്ല. ഞാൻ പിന്നെ ആരുടെ മകനായിട്ട് ജനിക്കണമെന്നായിരുന്നടി? രാരിച്ചൻ പൊട്ടിത്തെറിച്ചു. ഫിലിപ്പോസ് മുതലാളിയുടെ മകനായിട്ടോ? എന്നാ പിന്നെ അങ്ങനൊരു വരം തന്നേക്കാൻ മേലായിരുന്നോ? അയാളാണെങ്കിൽ സൽസ്വഭാവി, സത്യസന്ധൻ, നീതിമാൻ, ധർമ്മിഷ്ഠൻ, വിശുദ്ധൻ. ജിജി പിന്നൊന്നും മിണ്ടിയില്ല. ജീപ്പ് ഓടിക്കൊണ്ടേയിരുന്നു. ജീപ്പ് സൂര്യഗിരിയിലെത്തി. ബസ് സ്റ്റേഷനിൽ രാരിച്ചൻ ജീപ്പ് നിർത്തി. ജിജി ഇറങ്ങി. എന്റെ പെട്ടിയൊക്കെ ഒന്ന് എടുത്തു തരണം. എനിക്ക് മനസ്സില്ല. രാരിച്ചൻ തല തിരിച്ച് മറ്റെങ്ങോ നോക്കിക്കൊണ്ടിരുന്നു. ജിജി തന്നെ പെട്ടികൾ എടുത്തു. വലിയ എയർ ബാഗ് തോളിലേന്തി. പെട്ടി തൂക്കിപ്പിടിച്ച് അവൾ നടന്നു കഴിഞ്ഞു. പിന്നെ എന്തോ ഓർത്ത പോലെ നിന്നു. തിരിഞ്ഞു നോക്കി. ജീപ്പിന്റെ മുമ്പിലൂടെ റോഡ് ക്രോസ് ചെയ്ത് അവൾ ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് വന്നു. രാരിച്ചന്റെ മുഖമടുപ്പിച്ച് അവൾ പറഞ്ഞു. ഇന്നലെ എന്റെ അടുത്ത് കാണിച്ച തെമ്മാടിത്തരം വേറെ വല്ല പെണ്ണുങ്ങളുടെ അടുത്ത് പോയി കാണിച്ചേക്കരുത്. രാരിച്ചൻ അവളെ തുറിച്ചു നോക്കി. തടി കേടാക്കാതെ സൂക്ഷിച്ചോ. അടുത്ത തവണ ഞാൻ വരുമ്പോഴും കാണണം ജീവനോടെ. അത്രയും പറഞ്ഞിട്ട് അവൾ നടന്നു നീങ്ങി. വിൻസെന്റ് ആളെ അയച്ച് വെളുപ്പിച്ചിട്ടാണ് അവർ എത്തിയത്. ആകെ 4 പേർ. സഹദേവൻ, മോനായി, ജോസ്, ദേവസിക്കുട്ടി. രാത്രിയിൽ ഗോഡൌണിൽ വെച്ചായിരുന്നു സംഭാഷണം. നിങ്ങൾക്ക് ഇപ്പോഴും രാരിച്ചനോട് വൈരാഗ്യമുണ്ടെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞ ഞങ്ങളും അവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. വിൻസെന്റ് അവരോട് പറഞ്ഞു. ഇത് പറയാനാണോ ഞങ്ങളെ വിളിപ്പിച്ചത്? സഹദേവൻ ഇടറുന്ന സ്വരത്തിൽ ചോദിച്ചു. സഹദേവ, ഞാൻ കാര്യമായിട്ട് പറയുക. അവൻ ഇനി ജീവിച്ചിരുന്നാൽ ഞങ്ങൾക്കും. സംഭവങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതാണല്ലോ. നാട്ടുകാർക്കൊക്കെ അവനോട് താല്പര്യമായി തുടങ്ങി. ഇവിടെ വെച്ച് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അവൻ നമുക്ക് പിടികിട്ടാത്തത്ര വളർന്നു പോകും. ഫിലിപ്പോസ് മുതലാളി ഞങ്ങൾക്ക് വിശ്വാസമില്ല. സഹദേവൻ പറഞ്ഞു. പപ്പയെ ഞാൻ ഈ ഇടപാടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പപ്പ എല്ലാം എനിക്ക് വിട്ടു തന്നിരിക്കുക. എന്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. കൊച്ചു മുതലാളി ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എന്റെ ഒരു റിവോൾവർ അവന്റെ കയ്യിലുണ്ട്. ബലമായിട്ട് തട്ടിയെടുത്തതാ. അത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം അവൻ അപകടകാരിയാ. വാസ്തവത്തിൽ ഞങ്ങളൊക്കെ അവനെ ഭയന്നാണ് കഴിഞ്ഞുകൂടുന്നത്. സഹദേവൻ കൂട്ടുകാരെ നോക്കി. അവരുടെ മുഖത്തും അമ്പരപ്പ്. നിറത്തോക്കാണോ? ദേവസിക്കുട്ടി ചോദിച്ചു. പിന്നല്ലാതെ. 6 വെടി തീരും. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ കൊച്ചു മുതലാളി പറയുന്നത്? സഹദേവൻ ചോദിച്ചു. അവനെ തട്ടിക്കളയണം. 5-6 പേര് നോക്കിയാലൊന്നും പറ്റുന്ന കാര്യമല്ലത്. ചതിവിൽ വേണം കൊല്ലാൻ. നല്ല തടിമിടുക്കുള്ള 5 മല്ലന്മാരെ ഞാൻ സംഘടിപ്പിച്ചു തരാം. ഇവിടങ്ങും ഉള്ളവരല്ല, പയറ്റി തെളിഞ്ഞ റൗഡികളാ. അവനെ അടിച്ച് നിലംപരിശാക്കി നിങ്ങളുടെ കാൽ ചുവട്ടിൽ ഇട്ടു തരും. കൊല്ലുന്നത് നിങ്ങളായിരിക്കണം. സഹദേവനും കൂട്ടുകാരും പരസ്പരം നോക്കി. അവന്റെ ജീവൻ എടുക്കുന്നത് ഞാനായിക്കോളാം. അതിന്റെ പേരിൽ കഴുമരം കയറിയുണ്ടി വന്നാലും, സഹദേവൻ പറഞ്ഞു. എന്നാൽ നമുക്കിവിടെ വെച്ച് കരാർ ഉറപ്പിക്കാം. അടുത്ത ആഴ്ച ഞാൻ അവരെ വരുത്തും. പറ്റിയ സ്ഥലവും സമയവും ഒരുക്കി തരും. സംഭവം നടന്നാൽ 25,000 രൂപയും തരും. അഡ്വാൻസ് ആയിട്ട് 5,000 രൂപ പിടിച്ചോ. വിൻസെന്റ് 50ന്റെ ഒരു കെട്ട് സഹദേവന്റെ മുന്നിലേക്ക് എടുത്തിട്ടു. സഹദേവൻ മോനായിയെ നോക്കി. പണം എടുത്തോളാൻ അവൻ കണ്ണു കാണിച്ചു. സഹദേവൻ പണം എടുത്തു. ഇതെന്റെ ഒരു വാശിയാ സഹദേവ. അവൻ എന്നെ അത്രയ്ക്ക് അപമാനിച്ചു. എന്നെ മാത്രമല്ല, എന്റെ പപ്പയും. നമ്മുടെ ഈ പ്ലാൻ ഒരു തരത്തിലും പുറത്തു പോകരുത്. ഞങ്ങൾ എന്തൊക്കെ കരുതണം? ഒന്നും വേണ്ട. കൊല്ലാനുള്ള ഒരു ആയുധം മാത്രം. അത് കത്തിയോ
കോടാലിയോ വടിവാളോ ഉളിയോ എന്തുമായിക്കോട്ടെ, പിടിച്ചു കെട്ടിയതുപോലെ അവന് നിങ്ങളുടെ മുമ്പിലിട്ട് തരും. അതത്ര എളുപ്പമാണോ? ദേവസിക്കുട്ടി സംശയം പ്രകടിപ്പിച്ചു. അത് എളുപ്പത്തിൽ ചെയ്യാൻ അറിയാവുന്നവരാണ് വരുന്നത്. കീഴടക്കാൻ പറ്റിയില്ലെങ്കിൽ കനത്ത തിരിച്ചടി തന്നെ വാങ്ങേണ്ടി വരും. എത്രയൊക്കെ ആയാലും അവന്റേതും മനുഷ്യ ശരീരം തന്നെയല്ലേ, അല്ലാതെ ഉരുക്കൊന്നും അല്ലല്ലോ. ഈ കളിയിൽ തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ തോക്ക് അവന്റെ കയ്യിലുണ്ടെങ്കിൽ അപകടമല്ലേ? തോക്ക് അവന്റെ കയ്യിലില്ലെന്ന് ഉറപ്പുള്ള ദിവസമേ അതിനുവേണ്ടി തിരഞ്ഞെടുക്കൂ. സഹദേവൻ തലകുലുക്കി. വേറൊന്നും പറയാനില്ലല്ലോ? ഇല്ല. അപ്പോൾ കരാർ ഉറപ്പിക്കുന്നു. എന്നാൽ പൊയ്ക്കോ. 4 പേരും പുറത്തിറങ്ങി നിലാവെളിച്ചത്തിലൂടെ നടന്നു. അവന് വിശ്വസിക്കാമോ? ചതിയനാ. മോനായി പറഞ്ഞു. വിശ്വസിക്കാം. വെറുതെ ഒന്നും 5000 രൂപ തരില്ലല്ലോ. അത് ശരിയാ. രാരിച്ചന്റെ ചോരയിൽ കൈ നനച്ചിട്ട് വേണം എനിക്ക് കുരിശുമൂട്ടിലൂടെ നെഞ്ചു വിരിച്ചു നടക്കാൻ. അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. സഹദേവൻ ഒടുങ്ങാത്ത പകയോടെ പറഞ്ഞു. ജോസി വാകമറ്റത്തിന്റെ ദ്രാവിഡൻ എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.